ഗ്ലോബലി ഓരോ 40 സെക്കൻഡിലും ഓരോ വ്യക്തികൾ സൂയിസൈഡ് ചെയ്ത് മരണപ്പെടുന്നു. ഈ മരണപ്പെടുന്നതിൽ 90% ആൾക്കാരും എന്തെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ കാരണമാണ് സൂയിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 2022 ഇന്ത്യയിൽ റോഡ് ആക്സിഡൻസിൽ മരിച്ച ആൾക്കാരിലും വളരെ കൂടുതലാണ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് കാരണം സൂയിസൈഡ് ചെയ്ത് മരിച്ചവരുടെ എണ്ണം. ആൻഡ് ഇന്ത്യയിലെ സ്ത്രീകളിൽ 15 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ഇന്ന് ദ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് മറ്റേണൽ ഡിസോർഡേഴ്സ് അല്ല, മെൻ്റൽ ഡിസോർഡേഴ്സ് കാരണമുള്ള സൂയിസൈഡാണ്. കണക്കുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ വളരെ സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ സമൂഹത്തിലുള്ള മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും ഇതിനെപ്പറ്റി ഒരു വലിയ ധാരണയില്ല. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് തല്ലുകൊള്ളാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ കല്യാണം കഴിച്ച് ഇതൊക്കെ ശരിയാവും. ഇങ്ങനെയൊരു അപ്രോച്ചാണ് കൂടുതൽ ആൾക്കാരുടെ അടുത്തു നിന്നും വരിക. ഇനി സ്വയം എന്തെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളാണെങ്കിൽ ഇവർക്കിത് പുറത്ത് പറയാനൊരു മടിയുണ്ടാവും. എന്തോ ഒരു കുറവുള്ളതുപോലെ, അല്ലെങ്കിൽ എന്തോ നമ്മളുടെ ഒരു തെറ്റ് പോലെയാണ് പലരും അതിനെ കാണുന്നത്. അതിൻ്റെ കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ ആൾക്കാരും പ്രൊജക്റ്റ് ചെയ്യുന്നത് വളരെ സക്സസ്ഫുൾ ആൻഡ് ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പുറത്ത് പറയാൻ മടിക്കുന്നതും മറ്റുള്ളവരെ തെറ്റായ രീതിയിൽ നമ്മളതിനെ ജഡ്ജ് ചെയ്യുന്നതും ഇതിനെ പറ്റിയിട്ട് ഒരു അറിവില്ലാത്തതുകൊണ്ടാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു ഇന്ന് ലോകത്തിലെ ലീഡിങ് കോസ് ഓഫ് ഡിസബിലിറ്റി ഡിപ്രഷനാണ് എന്ന്. ആൻഡ് WHO കണക്കുകൾ സൂചിപ്പിക്കുന്നു നമ്മളിൽ 5-ൽ ഒരാൾ നമ്മുടെ ലൈഫ് ടൈമിൽ ഒരു ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഡിസോർഡറിൽ കൂടെ കടന്നു പോകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് നമ്മളെല്ലാവരും നമുക്ക് വേണ്ടിയും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയും മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു കോംപ്രിഹെൻസീവ് ഐഡിയ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതും ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നു. അതിനായി ഇന്ന് ലോകത്തിലെ ഏറ്റവും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് കോൾ ദ ബയോ സൈക്കോ സോഷ്യൽ മോഡലാണ് ഞാൻ ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലോ എക്സ്പേർട്ടോ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു മേജർ മെൻ്റൽ ഡിസോർഡറിൽ കൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയൊക്കെ നിങ്ങളുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി കാണരുത്. നിങ്ങൾ അതിനുവേണ്ടി ഒരു പ്രൊഫഷണലിനെ സമീപിക്കുക. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നിങ്ങളൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു വിഷയത്തിനെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് ഈ വീഡിയോ നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഈ വീഡിയോയുടെ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. വെൽക്കം ടു ദ റാബിറ്റ് ഹോൾ. മുൻപ് വളരെ ഇൻഹ്യൂമനായിട്ടുള്ളൊരു രീതിയിലാണ് ലോകം മെൻ്റൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മാനസിക പ്രശ്നമുള്ളവരെ ബാധ കൂടിയതാണെന്ന് പറഞ്ഞ് ചങ്ങലക്കിടുകയും ഓരോ മുറികളിൽ കൊണ്ട പൂട്ടിയിടുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇവരെ ബാധ ഒഴിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ഓരോ ഹോമങ്ങൾ നടത്തി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ എക്സോർസിസം എന്ന് പറഞ്ഞ് ഇതിൻ്റെ രീതികൾ അവിടെയും നടന്നിരുന്നു. വികസിത രാജ്യങ്ങളിൽ ഈ പറയുന്ന പോലെയുള്ള പേഷ്യൻസിനെ മെൻ്റൽ അസൈലംസിൽ കൊണ്ട് തട്ടുകയും അവിടെ ഇവർക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഒന്നുകിൽ ഇവരുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളുണ്ടാക്കി ചോര ഒഴുക്കി വിടും. ഈ അശുദ്ധ രക്തത്തിൽ നിന്നുമാണ് ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിച്ച് മറ്റു ചിലരെ കസേരകളിൽ കെട്ടിയിട്ട് ശക്തമായിട്ട് കറക്കും. ഇവരുടെ തലച്ചോറ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് വഴി ഇവരുടെ അസുഖങ്ങൾ ഭേദമാകുമെന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ മണിക്കൂറുകളോളം ചൂടുവെള്ളത്തിനും തണുത്ത വെള്ളത്തിലൊക്കെ മുക്കിയിടുമായിരുന്നു. ഹൈഡ്രോതെറാപ്പി എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. 1900s ശേഷം കുറച്ചുകൂടെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ്സ് വന്നു എന്നവർ വിശ്വസിച്ചു. പക്ഷേ ഏറ്റവും കുപ്രസിദ്ധമായ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആണെന്ന് അവർ ഉപയോഗിച്ചിരുന്നു. അതിലേറ്റവും ഫേമസ് ആയിരുന്നു ലൊബോട്ടമി. കണ്ണിൻ്റെ സോക്കറ്റ്സിൽ കൂടെ ഐസ് പിക്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ടൽ ലോബിൽ ചെറിയ സർജറികൾ ചെയ്യും. അതുവഴി അവരുടെ പേഴ്സണാലിറ്റിയെ തന്നെ മാറ്റിമറിക്കുകയും അവരുടെ ഇമോഷണൽ റെഗുലേഷൻ, അവരുടെ തോട്ട് പ്രോസസ്സ് ഇതിനെല്ലാം നശിപ്പിച്ച് ബേസിക്കലി പേഷ്യൻസിനെ ജീവശവമാക്കുന്ന മെത്തേഡായിരുന്നു ഈ ലൊബോട്ടമി. അന്ന് ഫേമസ് ആയിട്ടുള്ള മറ്റൊരു രീതിയാണ് ഇൻസുലിൻ ഷോക്ക് തെറാപ്പി. ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ശക്തമായിട്ടുള്ള ഹെവി ഡോസസിൽ ഇൻസുലിൻ കുത്തിവെക്കും. അങ്ങനെ അവരുടെ ബോധം പോവുകയും പിന്നീട് അവരെ മധുരം കൊടുത്ത് ബോധം തിരിച്ചു കൊണ്ടിരുന്ന രീതി. പിന്നെ അന്ന് യൂസ് ചെയ്തിരുന്ന ഇലക്ട്രിക് ഷോക്ക് മെത്തേഡ് അത് ഇന്നുണ്ടെങ്കിലും അന്ന് ഹൈ ഡോസസ് ഓഫ് വോൾട്ടേജ് ആണ് അവർക്ക് കൊടുത്തിരുന്നത്. ഒരു 1960s 70s ഒക്കെ ആയപ്പോഴത്തേക്കും ഈ മെഡിക്കൽ സയൻസിന് മനസ്സിലായി
ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് എല്ലാം ശുദ്ധ മണ്ടത്തരമാണ്. കാരണം കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇവർ ട്രീറ്റ്മെൻറ്റ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സിഗ്മണ്ട് ഫ്രൂഡിൻ്റെ ഒക്കെ സൈക്കോ അനാലിസിസ് അതിന് മുൻപ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അത് മോഡേൺ മെഡിസിനിൽ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1977 ഡോക്ടർ ജോർജ് എംഗലാണ് സൈക്കോ സോഷ്യൽ മോഡലിൽ ഈ അത്രയും നാൾ നമ്മൾ ഒഴിവാക്കിയിരുന്ന സോഷ്യൽ ഫാക്ടേഴ്സിനെയും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ഇന്നും ലോകത്തിൽ ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് കൂടുതൽ മനസ്സിലാക്കാം. ചാപ്റ്റർ 1 ബയോളജിക്കൽ ഫാക്ടേഴ്സ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മറ്റെന്ത് ഓർഗൻ പോലെയും ഉള്ള ഒരു ഓർഗനാണ്. വൾണറബിൾ ടു ഡിഫക്ട്സ് ആൻഡ് ഡിസീസസ്. യുവർ ബ്രെയിൻ ഈസ് മേഡ് അപ്പ് ഓഫ് ബില്യൺസ് ഓഫ് സെൽസ് കോൾഡ് ന്യൂറോൺസ്. ഒരു ന്യൂറോൺ തന്നെ മറ്റ് 10,000 കണക്കിന് ന്യൂറോണുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇവ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ കൂടെയാണ് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ ന്യൂറോൺസ് തമ്മിൽ കൂട്ടുമുട്ടുന്നില്ല. ഇവ തമ്മിലൊരു ചെറിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് സിനാപ്സ്. ഈ സിനാപ്സിൽ കൂടെ, അതായത് ആ ചെറിയ ഗ്യാപ്പിൽ കൂടെ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിൽ കുറച്ച് കെമിക്കൽസ് ഉണ്ട്. ഇതിനെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ ബ്രെയിനിൽ 4 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ഉള്ളത്: ഡോപ്പമിൻ, സെറോട്ടോണിൻ, നൊറെപ്പിനെഫ്രിൻ ആൻഡ് ഗാബ. ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കാരണം, അതായത് ഇവയിൽ ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിനെ കാര്യമായിട്ട് ബാധിച്ചേക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മേജർ ഡിപ്രഷനും ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറൊക്കെ ഉള്ള ആൾക്കാരിൽ സെറോട്ടോണിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ADHD പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിൽ ഡോപ്പമിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഇനി ഡോപ്പമിൻ്റെ അളവ് വളരെ കൂടുകയാണെങ്കിൽ അത് സൈക്കോട്ടിക് എപ്പിസോഡ്സിലേക്കും മാനിക് എപ്പിസോഡ്സിലേക്കൊക്കെ കാരണമാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇംബാലൻസസിനെ മാനേജ് ചെയ്യാൻ ഇന്ന് ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ്. SSRIs, ആൻറ്റി ആങ്സൈറ്റി, ആൻറ്റി ഡിപ്രസൻ, ആൻറ്റി സൈക്കോട്ടിക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള മെഡിസിൻസിനെ എന്തോ ഒരു വലിയ വില്ലനായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഇങ്ങനെയുള്ള മെഡിസിൻസ് എടുത്താൽ എന്തോ വലിയ അപകടമായിട്ട്. അതൊരു തെറ്റായ ധാരണയാണ്. നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്നത് പോലെ, നിങ്ങളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ ആസ്പിറിൻ എടുക്കുന്നത് പോലെ, ബ്രെയിനിൻ്റെ ഈ ഒരു ഡിഫക്റ്റിനെ കവർ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന മെഡിസിൻസാണ് ഈ പറഞ്ഞവ. പക്ഷേ ഈ മെഡിസിൻസ് ഈ പാരസെറ്റമോളൊക്കെ പോലെ ഓവർ ദ നൈറ്റ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നവയല്ല. അതായത് നമ്മളിതൊരു ലോങ് ടേം ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്രയും കാലം നമ്മളിത് എടുക്കുന്നതിൽ കൂടെ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയൂ. ഈ പറഞ്ഞ കെമിക്കൽ ഇംബാലൻസിനും ഡിഫക്ട്സിനും കാരണമാവുന്നത് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും അതിൻ്റെ കാരണങ്ങളിലൊന്നാണ് ഹോർമോണൽ ഇംബാലൻസസ്. അതായത് ഈ തൈറോയിഡൊക്കെ ഉള്ളവരിൽ ഈ ഹോർമോണൽ ഇംബാലൻസ് അവരുടെ ന്യൂറോ കെമിക്കൽ ഇംബാലൻസിന് കാരണമാവുകയും അതുവഴി ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നു. സ്ത്രീകളിൽ ഈ മെനോപോസിൻ്റെ സമയത്തും പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഈസ്ട്രോജനുള്ള ഏറ്റക്കുറച്ചിലുകൾ കാരണം അത് അവരുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബാധിക്കുകയും അത് അവരിൽ ഫ്രസ്ട്രേഷനും ഡിപ്രഷനും ഒക്കെ ഉണ്ടാക്കുന്നു. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ജെനറ്റിക്സ്. അതായത് നമ്മുടെ പേരൻസിന് എന്തെങ്കിലും ഒരു മേജർ ഡിപ്രഷനോ ബൈപ്പോളാർ ഡിസോർഡറോ സ്കീസോഫ്രീനിയ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ മക്കൾക്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉണ്ടാവുമെന്നല്ല അതിനർത്ഥം, ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേസാണ് ഗനീൻ ക്വാഡ്രുപ്ലെറ്റ്സിൻ്റേത്. അവർ ഐഡൻറ്റിക്കൽ ക്വാഡ്രുപ്ലെറ്റ്സ് ആയ 4 സിസ്റ്റേഴ്സ് ആയിരുന്നു. ഇവർ മോണോസൈഗോട്ടിക് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ജനറ്റിക് മേക്കപ്പ് 100% സിമിലർ ആയിരുന്നു. ഇവർ 4 പേരും വളർന്നു വലുതായപ്പോൾ 4 പേരിലും സ്കീസോഫ്രീനിയ ഉണ്ടായി. സോ ഈ ജനറ്റിക് റിസ്ക് ഉള്ളവരും ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് അവരുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മളുടെ ഭക്ഷണം, നമ്മളുടെ ഉറക്കം, നമ്മളുടെ വ്യായാമം, ഇവ മൂന്നും നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ബോഡിക്കുള്ള ഫ്യൂവൽ. നമ്മുടെ ഹാർട്ടിന് കൊള്ളാവുന്ന ഫുഡ് ഇതാണ്, ലിവറിന് കൊള്ളാവുന്ന ഫുഡ് ഇതാണെന്നൊക്കെ പറയും. നമ്മൾ എത്ര പേർ ബ്രെയിനിന് കൊള്ളാവുന്ന ഫുഡ് കഴിക്കാറുണ്ട്? നമ്മുടെ ശരീരത്തിലെ സെറോട്ടോണിൻ 90% പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ബ്രെയിനിലല്ല, നമ്മുടെ ഗട്ടിലാണ്, വയറ്റിൽ. അതുകൊണ്ട് തന്നെ പ്രോബയോട്ടിക്കായിട്ടും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വർക്കൗട്ട്, എക്സസൈസ് സ്ഥിരമായിട്ട് ഒരു ശീലമാക്കുക. എക്സസൈസ് ചെയ്യുന്നത് വഴി സെറോട്ടോണിൻ്റെ ഒക്കെ അളവ് നാച്ചുറലി തന്നെ കൂടും എന്ന് ഒരുപാട് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറക്കം. നമ്മുടെ ഉറക്കത്തിൽ പല സ്റ്റേജുകളുണ്ട്. ഇതിൽ ഈ ഡീപ്പ് സ്ലീപ്പ് സമയത്താണ് ശരിക്കും നമ്മുടെ ബ്രെയിനിൽ ഹീലിംഗ് അടക്കുക, ഗ്രേ മാറ്ററിലൊക്കെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക. പക്ഷേ ഇന്ന് നമ്മൾ പല ആൾക്കാരും ഉറങ്ങുന്നത് രാത്രി 12 മണി 1 മണിക്കൊക്കെയാണ്. സോ സ്ഥിരമായിട്ട് ഒരു രാത്രി 10 മണി 10:30 ഉറങ്ങി രാവിലെ എണീക്കുന്നത് വഴി ഒരു 7-8 മണിക്കൂർ ഉറക്കം സ്ഥിരമാക്കുന്നത് വഴി നമുക്ക് ഈ പറഞ്ഞ ഇഷ്യൂസിനെ ഒരുപാട് ബെറ്ററാക്കാൻ പറ്റും. പിന്നെ മറ്റൊന്നാണ് സബ്സ്റ്റൻസ് അബ്യൂസ്. കള്ള്, കഞ്ചാവ്, MDMA, ഹെറോയിൻ ഇങ്ങനെയുള്ള വസ്തുക്കൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഇതിൻ്റെ ഇഫക്ട്സ് എന്ന് പറയുന്നത് ഈ ന്യൂറോ കെമിക്കൽസിനെ ബാധിച്ചുകൊണ്ടാണ്. കഞ്ചാവ് ഒക്കെ അടിക്കുമ്പോൾ ഡോപ്പമിൻ അളവ് വളരെ കൂടും. അങ്ങനെ നമ്മളൊരു ഉന്മാദാവസ്ഥയിലേക്ക് പോവുകയും
ഈ THCയുടെ അളവ് കുറയുമ്പോൾ ഈ ബ്രെയിനിൻ്റെ ഡോപ്പമിൻ വീണ്ടും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് ചെന്നെത്തുന്നു. ഈ ജനറ്റിക് റിസ്ക് ഉള്ള ആൾക്കാരിൽ ഈ പറഞ്ഞ സബ്സ്റ്റൻസ് അബ്യൂസൊക്കെ അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കാനുള്ള സാധ്യതയെ വളരെയധികം കൂട്ടുന്നു. കാരണം അവർ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ വെച്ചാണ് കളിക്കുന്നത്. അപ്പോൾ അത് ഇംബാലൻസ്ഡ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുന്നു. നമ്മളിപ്പോൾ ബ്രെയിനിൻ്റെ ഡിഫക്ട്സിനെ പറ്റി മനസ്സിലാക്കി. ഡിഫക്ട്സ് പോലെ തന്നെ അപകടകരമാണ് ബ്രെയിനിലുണ്ടാകുന്ന ഡിസീസസും ഇഞ്ചുറീസൊക്കെ. ഇതിനെ രണ്ടിനെയും മനസ്സിലാക്കാൻ ഞാൻ 2 എക്സാമ്പിൾസ് മാത്രം പറയാം. 2016 JNS ജേർണൽ ഓഫ് ന്യൂറോ സയൻസിൽ പബ്ലിഷ് ചെയ്തൊരു മെഡിക്കൽ സ്റ്റഡി ഉണ്ടായിരുന്നു. 58 വയസ്സുള്ളൊരു വ്യക്തി. ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം പുള്ളിക്ക് ചൈൽഡ് പോർണോഗ്രഫിയിൽ ഇൻട്രസ്റ്റ് തുടങ്ങുന്നു. അതായത് ചെറിയ കുട്ടികളോടുള്ള ഒരു ലൈംഗികമായ ആസക്തി, പെഡോഫീലിയ. പുള്ളി അങ്ങനെ പുള്ളിയുടെ ഫാമിലിയിലുള്ള ഒരു മൈനറിനെ മൊളസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ ഫാമിലി എല്ലാവരും കൂടെ പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നു. ടെസ്റ്റിൽ കണ്ടെത്തുന്നു പുള്ളിയുടെ ബ്രെയിനിൻ്റെ ഫ്രണ്ടൽ ലോബിൽ റൈറ്റ് സൈഡിൽ ഒരു ട്യൂമർ വളരുന്നുണ്ടായിരുന്നുവെന്ന്. ഈ ട്യൂമർ പുള്ളിയുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഇമ്പൾസസ്, നമ്മുടെ മോറൽ ഡിസിഷൻസിനെയൊക്കെ ബാധിക്കുന്നത്. അങ്ങനെ സർജറി ചെയ്ത് ഈ ട്യൂമർ മുറിച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ പുള്ളി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ വന്നു. പുള്ളിക്ക് ഈ പഴയ കാര്യങ്ങളെ ഓർത്ത് കുറ്റബോധവും കൺഫ്യൂഷനും ഒക്കെ ആയിരുന്നു. അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ചെറിയ സ്ട്രക്ചറൽ ഡിഫോമിറ്റി അല്ലെങ്കിൽ ഒരു ചെറിയ അസുഖത്തിന് തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റും. ഇഞ്ചുറിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ് ഫിനിയസ് ഗേജ് എന്ന് പറയുന്ന ഒരു റെയിൽ റോഡ് വർക്കർ. പുള്ളിയുടെ ജോലിയുടെ ഇടയ്ക്ക് ഒരു മെറ്റൽ റോഡ് വന്ന് പുള്ളിയുടെ തലയ്ക്കകത്തൂടെ കുത്തി കയറുകയുണ്ടായി. പുള്ളിയുടെ പ്രീഫ്രണ്ടൽ ലോബ് പൂർണ്ണമായിട്ടല്ല നല്ലൊരു ശതമാനവും അതുവഴി നശിച്ചു. പക്ഷേ പുള്ളി മരിച്ചില്ല, പുള്ളി തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. പക്ഷേ പുള്ളിയുടെ കൂട്ടുകാർക്കോ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തവർക്കാർക്കോ ഇത് പഴയ ഫിനിയസ് ഗേജ് ആണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം പുള്ളിയുടെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും കംപ്ലീറ്റ്ലി മാറി. സോ ബ്രെയിനിലുണ്ടാവുന്ന ചെറിയ ചെറിയ അസുഖങ്ങളും ചെറിയ ചെറിയ ഇഞ്ചുറീസിന് പോലും നമ്മുടെ ലൈഫിനെയും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും വളരെ കാര്യമായിട്ട് ബാധിക്കാൻ പറ്റും. ചാപ്റ്റർ 2 സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ സീരീസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹ്യൂമൻ മൈൻഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. മൈൻഡും ബ്രെയിനും തമ്മിലുള്ള ഡിഫറൻസും മൈൻഡിൻ്റെ തന്നെ പല ലെയേഴ്സ്, കോൺഷ്യസ് മൈൻഡ് എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നതിന് കുറച്ച് കൂടുതൽ മനസ്സിലാവാൻ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഇപ്പോൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർ ആണ് ബ്രെയിനെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ് മൈൻഡ്. ഈ സോഫ്റ്റ്വെയറിലുണ്ടാവുന്ന ബഗ്സിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അഥവാ മനസ്സിനുണ്ടാവുന്ന ഇൽനെസ്സസ്, അതിനെയാണ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്? ആങ്സൈറ്റി, മൈൽഡ് ഡിപ്രഷൻ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ്, ഇങ്ങനെ ഒരുപാടുണ്ട്. ഇതിൽ ഈ ആങ്സൈറ്റിയാണ് നമ്മളിൽ ഒരുപാട് പേരെയും ക്രിപ്പിൾ ചെയ്യുന്ന മേജർ ഒരു വില്ലൻ. പക്ഷെ ശരിക്കും ഈ ആങ്സൈറ്റിയൊക്കെ ഒരു രോഗമാണ്. നമ്മളുടെ പൂർവികന്മാർ ഹണ്ടർ ഗാദറേഴ്സ് ആയിരുന്നു. ഇവർക്ക് കാട്ടിൽ സർവൈവ് ചെയ്യാൻ ഇവർക്ക് ആങ്സൈറ്റി ശരിക്കും അത്യാവശ്യമായിരുന്നു. കാരണം ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാൾ മരത്തിലൊക്കെ കയറി ചുറ്റും പ്രെഡേറ്റേഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കൂ. ഈ ആങ്സൈറ്റി ഇല്ലാത്ത ആൾ വെറുതെ നടക്കുകയും അയാൾ ഏതെങ്കിലും ഒരു പുലി കൊല്ലുകയും ചെയ്യും. സോ ഈ ആങ്സൈറ്റി ഉള്ളത് കാരണം സർവൈവ് ചെയ്ത ആൾക്കാരുടെ ജീൻസാണ് പിന്നീട് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഡോമിനൻ്റ് ട്രേറ്റ് ആയിട്ട് നമ്മളിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിന്ന് സർവൈവ് ചെയ്യുന്ന ലോകം അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇത് ശരിക്കും ഒരു ഡിസോർഡറായിട്ട് വരുന്നത്. എപ്പോഴാണ് ഇത് ഡിസോർഡർ ആവുന്നത്? ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയി, ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് അവിടെ ഒരു പ്ലേറ്റ് താഴെ വന്ന് പൊട്ടി. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ആങ്ഷ്യസ് ആവും. നിങ്ങൾ ഒട്ടും ആങ്ഷ്യസ് ആയില്ലെങ്കിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത്. പക്ഷേ ഈ ഒരു പ്ലേറ്റ് താഴെ വീണ് പൊട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞ് താഴെ വീണ് പൊട്ടുന്നത് പോലെയുള്ളൊരു റിയാക്ഷനാണ് വരുന്നതെങ്കിൽ അതാണ് ആങ്സൈറ്റി ഡിസോർഡർ. അതായത് സാഹചര്യത്തിന് അനുപാതികമല്ലാത്ത രീതിയിലുള്ള റിയാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അതൊരു ഡിസോർഡറായി മാറുന്നത്. ഇതുപോലെയുള്ള മാനസിക വൈകല്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ റൂട്ട് കോസസ് അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ മനസ്സ് 3 തലങ്ങളിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് തോട്ട്സ്, ഇൻ്റർമീഡിയറ്റ് തോട്ട്സ് ആൻഡ് കോർ ബിലീഫ് എന്നിങ്ങനെ നമുക്ക് വിളിക്കാം. എന്താണ് ഓട്ടോമാറ്റിക് തോട്ട്സ്? നമ്മൾ അവെയർ അല്ലാതെ, നമ്മൾ കോൺഷ്യസ് അല്ലാതെ നമ്മളിലുണ്ടാകുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ഉത്കണ്ഠ ഉണ്ടാകുന്നു, ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവുന്നു. സോ ഈ ആങ്സൈറ്റി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചുണ്ടാകുന്നതല്ല, തനിയെ അങ്ങ് നിങ്ങൾ ആങ്ഷ്യസ് ആവുന്നതാണ്.
ഇങ്ങനെയുള്ള ഓട്ടോമാറ്റിക് തോട്ട്സിൻ്റെ പുറകിൽ അതിന് കാരണം നിങ്ങൾ തന്നെ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഇൻ്റർമീഡിയറ്റ് തോട്ട്സ് ആവാം എന്ന് ന്യൂറോ സയൻസ് പറയുന്നു. എന്താണ് ഇൻ്റർമീഡിയറ്റ് തോട്ട്സ്? ഞാൻ എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഞാൻ റിജക്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ എന്നെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ഇൻ്റർമീഡിയറ്റ് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ കാണും. ഈ തോട്ട്സിൽ നിന്നുമായിരിക്കാം നമ്മുടെ ആ ഓട്ടോമാറ്റിക് തോട്ട്സ്, നമ്മുടെ ആ ആങ്സൈറ്റി പോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇനി എവിടെ നിന്നുമാണ് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് തോട്ട്സ് ഉണ്ടാകുന്നത്? അത് നമ്മളുടെ കോർ ബിലീഫ്സിൽ നിന്നുമാണ്. എന്താണ് കോർ ബിലീഫ്സ്? നമ്മുടെ ഉപബോധ മനസ്സിൽ വളരെ ശക്തമായിട്ട് അടിയുറച്ചു പോയ കുറച്ച് വിശ്വാസങ്ങളാണ് കോർ ബിലീഫ്സ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വയം ത്രൂ ഇയേഴ്സ് പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങളാണിവ. അതായത് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ചെറിയ പ്രായത്തിൽ നമ്മുടെ പേരൻസ് എപ്പോഴും നമ്മളെ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുകയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാതെ നീ ചെയ്യുന്നത് തെറ്റാണ്, കൊള്ളില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളിൽ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുന്ന ഒരു കോർ ബിലീഫ് കുറേ വർഷങ്ങൾക്കൊന്നും ഉണ്ടായിട്ടുണ്ടാവും. ഈ ഐ ആം നോട്ട് ഗുഡ് ഇനഫിൽ നിന്നുമായിരിക്കാം ഒരുപക്ഷെ അവരുടെ ഇൻ്റർമീഡിയറ്റ് തോട്ടായ ഞാൻ എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെ റിജക്റ്റ് ചെയ്യും എന്നുള്ളൊരു ഇൻ്റർമീഡിയറ്റ് ബിലീഫ് അവരിലുണ്ടാവുക. സോ ഈ ഒരു സ്ട്രക്ചറിനെ മൊത്തത്തിൽ മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ഇഷ്യൂസിനെ ശരിക്കും ഇതിൻ്റെ റൂട്ട് കോസസ് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെയുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ അഡ്രസ്സ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഇന്ന് ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അഥവാ CBT. ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണലായിരിക്കും ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ തോട്ട്സ്, ഇമോഷൻ ആൻഡ് ബിഹേവിയർ ഇതിനെ മൂന്നും മനസ്സിലാക്കി നമ്മളോട് സംസാരിച്ച് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ ഈ ഇൻ്റർമീഡിയറ്റ് തോട്ട്സും നമ്മുടെ കോർ ബിലീഫ്സും ഒക്കെ അവർ മനസ്സിലാക്കി നമ്മുടെ ഒരു കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിൽ കൂടെ നമ്മളുടെ ഈ ഇഷ്യൂസിനെ മാറ്റുന്ന രീതിയാണ് CBT. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഈ ഇൻ്റർമീഡിയറ്റ് തോട്ട്സിനെയും കോർ ബിലീഫ്സിനെയും ഒക്കെ ഈ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം ഓഫ് CBTയിൽ കൂടെ നമുക്ക് മാറ്റാൻ കഴിയും. മറ്റൊരു രീതിയാണ് ഹിപ്നോസിസ്. നമ്മുടെ ബ്രെയിനിന് പല ഫ്രീക്വൻസിയിലുള്ള വേവ്സ് ഉണ്ട്. ആൽഫ, തീറ്റ, ഗാമ ഇങ്ങനെ പോകും. ഇതിൽ 7 വയസ്സുള്ള കുട്ടികളിൽ പ്രധാനമായും കാണുന്നത് തീറ്റ വേവ്സാണ്. ഈ തീറ്റ വേവ്സ് സമയത്ത് നമ്മുടെ മൈൻഡ് ഹൈലി സജസ്റ്റബിൾ ആണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡൊക്കെ പ്രവർത്തിക്കുന്നത് തീറ്റ വേവ്സിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കൊച്ചു കുട്ടികൾ പെട്ടെന്ന് നമ്മൾ അവർക്ക് എന്ത് പഠിപ്പിച്ചാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ കോർ ബിലീഫ്സ് ഒക്കെ ഫോം ആവുന്നത് ഈ ഒരു ചെറിയ പ്രായത്തിലാണ്. ഹിപ്നോസിസ് സമയത്ത് നമ്മളെ ഒരു സെമി സ്ലീപ്പ് സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയും നമ്മുടെ ബ്രെയിൻ വേവ്സിനെ തീറ്റ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും അതുവഴി ഹൈലി സജസ്റ്റബിൾ ആയിരിക്കുന്ന സമയത്ത് ഡയറക്റ്റ്ലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ചില ചിന്തകളെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ജേർണലിംഗ്, പോസിറ്റീവ് റീഅഫർമേഷൻസ്, മെഡിറ്റേഷൻ. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. കാരണം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തും ഡീപ്പ് മെഡിറ്റേഷനിൽ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്ച്വലി ഈ ഒരു തീറ്റ വേവ്സിലാണ് എന്ന് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നതിൽ കൂടെ നമുക്കൊരു ഇൻസൈറ്റ്, നമ്മളുടെ ഉള്ളിലുള്ള സ്വയം ഈ തോട്ടുകളെ മനസ്സിലാക്കുകയും അതിനെ റീസ്ട്രക്ചർ ചെയ്യാനും നമ്മൾ കേപ്പബിൾ ആവുന്നു. ചാപ്റ്റർ 3 സോഷ്യൽ ഫാക്ടേഴ്സ്. ഇത് കമ്പാരിറ്റീവ്ലി നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ ഇതിന് മുൻപ് പറഞ്ഞതുപോലെ ബയോളജിക്കലി നിങ്ങളുടെ ബ്രെയിൻ വളരെ ഹെൽത്തി ആണെങ്കിലും സൈക്കോളജിക്കലി ഇനിയും നിങ്ങളുടെ മൈൻഡും വളരെ ഹെൽത്തി ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട് പാറ്റേൺസ് ഒന്നും തന്നെ ഇല്ലെങ്കിലും നമ്മുടെ സോഷ്യൽ എൻവയൺമെൻറ്റിന് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാൻ പറ്റും. എന്താണ് സോഷ്യൽ എൻവയൺമെൻറ്റ്? നമ്മൾ ജനിച്ച് നമ്മൾ ഈ ജീവിക്കുന്ന നമ്മുടെ സമൂഹം, ഈ സമൂഹവുമായിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷൻ, ഈ സമൂഹത്തിലുള്ള നമ്മുടെ സ്ഥാനം, ഇതിനൊക്കെയാണ് നമ്മൾ സോഷ്യൽ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഫാമിലി ഡൈനാമിക്സ്, നമ്മളുടെ കുടുംബം. ഒരു ഹെൽത്തി ആൻഡ് നർച്ചറിംഗ് ആയിട്ടുള്ള കുടുംബത്തിൽ ജീവിച്ച് വളർന്ന കുട്ടി വലുതാവുമ്പോൾ ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും, ഒരു നെഗ്ലക്റ്റിൽ കൂടെയും അബ്യൂസിൽ കൂടെയൊക്കെ കടന്നുപോയ ഒരു കുട്ടി വളർന്നു വലുതാകുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസിലേക്ക് പോകുമെന്നും സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നു. മറ്റൊന്നാണ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. മണി ഡസൻറ്റ് ബ്രിങ് ഹാപ്പിനെസ് എന്നൊക്കെ നമുക്ക് വെറുതെ പറയാം, പക്ഷേ പോവർട്ടി ഈസ് ഡയറക്ട്ലി ലിങ്ക് ടു ഡിപ്രഷൻ. ഇന്ത്യയിലുള്ള മെജോറിറ്റി പോപ്പുലേഷനും ദൈനംദിന ജീവിതത്തിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്നവരാണ്. ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗെങ്കിലും ഇല്ലാത്തത് ഡിപ്രഷനിലേക്കൊക്കെ കാരണമാകും എന്ന് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നാണ് ഇന്നിക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ജാതിയുടെയും മതത്തിൻ്റെയും തൊലി നിറത്തിൻ്റെയും ഒക്കെ പേരിൽ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതും തുല്യത കിട്ടാതിരിക്കുന്നതും ഒക്കെ മെൻ്റൽ ഹെൽത്തിനെ മോശമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മറ്റൊന്നാണ് നമ്മളുടെ വർക്ക് കൾച്ചർ. നിങ്ങളുടെ ജോലിയിലുള്ള നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ്, നിങ്ങളുടെ കൊളീഗ്സും ഫ്രണ്ട്സുമായിട്ടൊക്കെയുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കും. സോ ഇതുപോലെയുള്ള സോഷ്യൽ ഫാക്ടേഴ്സിനെ മനസ്സിലാക്കുന്നതും അതിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതും നമുക്ക് വേണ്ടിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഒന്ന്, നമ്മളുടെ ചുറ്റുമുള്ളത് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഒരു എൻവയൺമെൻറ്റോ ആണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. മറ്റുള്ളവരെ ബോധവാന്മാരാക്കുക ഈ മെൻ്റൽ ഹെൽത്തിൻ്റെയൊക്കെ കാര്യത്തിൽ. അതായത് നമുക്ക് ഈ സോഷ്യലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റിഗ്മ അതുകൊണ്ട് മാറ്റാൻ കഴിയും. മൂന്നാമത്തെ കാര്യം ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റിനെയും സിസ്റ്റത്തിനെയും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. അതായത് ഒന്നിലും ഒരു സ്പോർട്സിലോ ആർട്സിലോ ഒക്കെ പോയിട്ട് ഒരു നല്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. സോ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മളുടെ ഒരു സോഷ്യൽ എൻവയൺമെൻറ്റിനെയും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ സപ്പോർട്ടീവായിട്ട് മാറ്റാൻ കഴിയും. അങ്ങനെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു ചെറിയ സമയം കൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. ഞാൻ ഈ മേജറായിട്ടുള്ള മെൻ്റൽ ഇൽനെസ്സിനെ പറ്റി ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ല. അതായത് ബൈപ്പോളാർ, സ്കീസോഫ്രീനിയ, ബോർഡർ ലൈക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇങ്ങനെ ഒരുപാടുണ്ട്. അതുപോലെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് ലൈക്ക് അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിലും ഈ ബയോളജിക്കൽ, സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സിൽ നമുക്ക് ഇതിനെയൊക്കെ പെടുത്താൻ പറ്റും. സോ ഒരു ബേസിക് ഓവറോൾ ഐഡിയ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു അസുഖത്തിനെയും പ്യുവർലി ബയോളജിക്കലെന്നോ സൈക്കോളജിക്കലെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഓരോ അസുഖത്തിനും ബയോളജിക്കൽ ഫാക്ടേഴ്സ് കാണും, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കാണും, ചിലപ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സും കാണും. അതുകൊണ്ട് അത് തീരുമാനിക്കേണ്ടത് ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ്. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. പല ആൾക്കാരും ചെയ്യുന്നത്, എനിക്ക് മരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ സൈക്കോതെറാപ്പിക്ക് മാത്രം പോവാം, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാതെ ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്സ്, ബയോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മരുന്നെടുക്കുക, സൈക്കോളജിക്കലി ആണെങ്കിൽ സൈക്കോതെറാപ്പിക്ക് പോവുക. സോ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ പറയുന്ന രീതികളിൽ കൂടെ ഒക്കെ തന്നെ പോയാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സോ ദാറ്റ് യു വോണ്ട് മിസ് മൈ നെക്സ്റ്റ് വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.